മലപ്പുറം കളക്ട്രേറ്റിന് മുന്നിൽ നിലമ്പൂരിലെ ആദിവാസികൾ നടത്തുന്ന രണ്ടാംഘട്ട ഭൂസമരം 3 ആഴ്ച പിന്നിടുന്നു. 60 കുടുംബങ്ങൾക്ക് സർക്കാർ ഉറപ്പു നൽകിയ ഭൂമി ആവശ്യപ്പെട്ടാണ് സമരം. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും സമരത്തിന് പിന്തുണയുമായി എത്തി. കഴിഞ്ഞ മാസം 19-നാണ് 60ഓളം ആദിവാസി കുടുംബങ്ങൾ രണ്ടാംഘട്ട ഭൂസമരം ആരംഭിച്ചത്. സുപ്രീം കോടതി വിധി പ്രകാരം ലഭിക്കേണ്ട ഭൂമി ആവശ്യപ്പെട്ടാണ് സമരം. ജില്ലാ കളക്ടർ നൽകിയ ഉറപ്പ് പലതവണ ലംഘിക്കപ്പെട്ടപ്പോഴാണ് ഇവർ സമരവുമായി കളക്ടറേറ്റിന് മുന്നിലെത്തിയത്. സമരത്തിന് പിന്തുണയുമായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും എത്തി. പ്രശ്നത്തിൽ ഇടപെടുമെന്നും മന്ത്രിയുമായി സംസാരിക്കുമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. കൊടുക്കാനുള്ള ഭൂമിയുണ്ട്, നല്ല കൊടുക്കൂല. അപ്പോൾ ഞാൻ ഇന്ന് തന്നെ റവന്യൂ മന്ത്രിയുമായിട്ട് ബന്ധപ്പെടും. ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഒരു അനുകൂല തീരുമാനമെടുക്കുന്നതിന് വേണ്ടിയിട്ട് ശക്തിയായ സമ്മർദ്ദം ചെലുത്തും. ഭൂമി ലഭിക്കുന്നതുവരെ കൂടെ ഉണ്ടാകുമെന്നുള്ള ഉറപ്പും വി.ഡി. സതീശൻ നൽകി. പ്രതിപക്ഷ നേതാവിന്റെ ഇടപെടലിൽ പ്രതീക്ഷയുണ്ടെന്നും ഭൂമി ലഭിക്കുന്നതുവരെ സമരം തുടരുമെന്നും സമരസമിതി നേതാക്കൾ പ്രതികരിച്ചു. അദ്ദേഹത്തിന്റെ പ്രതിപക്ഷത്തിന്റെ ശക്തി ഭരണകക്ഷിന്റെ അത്ര ശക്തിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിനെന്ത് സംഭവിക്കുന്നു എന്നുള്ളത് ഞങ്ങൾ നിരീക്ഷിക്കും. അത് പിന്നെ അദ്ദേഹത്തിന് സാധ്യമാവുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷ. അതായത് ഞങ്ങൾക്ക് തന്നിട്ടുള്ള ആ എഗ്രിമെൻ്റ് പ്രകാരമുള്ള ഭൂമി ഞങ്ങൾക്ക് തരാം. ഇതല്ലാതെ വേറെ ഒരു കോംപ്രമൈസും ഞങ്ങൾക്കില്ല. അത് കിട്ടാതെ ഞങ്ങൾ ഇവിടുന്ന് എണീറ്റ് പോകൂല. അത് കിട്ടിയതിന് ശേഷം മാത്രമേ പോകുള്ളൂ. സമരത്തിന് പിന്തുണയുമായി വിവിധ സംഘടനകളും രംഗത്തെത്തിയിട്ടുണ്ട്. 2023 മെയ് മുതൽ 10 മാസം നീണ്ട പട്ടിണി സമരത്തിനൊടുവിലാണ് സർക്കാർ ഇവർക്ക് ഭൂമി വാഗ്ദാനം നൽകിയത്. 2 വർഷം പിന്നിട്ടിട്ടും ഭൂമി ലഭിക്കാത്തതിനെ തുടർന്നാണ് രണ്ടാംഘട്ട ഭൂസമരവുമായി ഇവർ രംഗത്തെത്തിയത്. മീഡിയ 1 മലപ്പുറം.